Hi, hello, namaskaram guys. Welcome to Mad Vibes No channel. കുറച്ച് റിയാക്ഷൻസ് വീഡിയോസ് വരുന്നുണ്ട് റിഗാർഡിങ് സിബിൻ, അപ്സര, ജാസ്മിൻ ആൻഡ് ഓൾ. ആദ്യം നമുക്ക് ഇന്നത്തെ അപ്ഡേറ്റ്സിലോട്ട് പോവാം. ആഫ്റ്റർ ദാറ്റ് തിരിമുറിക്കാം. സോ ഇപ്പോൾ ഇന്ന് എവിക്ഷൻ ഡേ ആണ്. ഇനിയിപ്പം ടോപ്പ് 5 ഇത്തവണ പ്രസ് മീറ്റിംഗ് ഉണ്ടായില്ല. ടോപ്പ് 5 സംഭവങ്ങളിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി ഐ ഡോണ്ട് നോ, നോറയും ഋഷിയുമാണ് കമ്പാരിറ്റീവ്ലി പോളിംഗ് വൈസ് വളരെ ലോ ആയിരിക്കുന്നത്. സോ ലൈക്ക് രണ്ടുപേര് പോയേ പറ്റൂ, കാരണം എന്നാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ശ്രീതു പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ജാസ്മിനെ പറ്റി ചിന്തിക്കുക തന്നെ വേണ്ട. ശ്രീതുവിന് തമിഴ്നാട്ടിൽ നിന്ന് കൊട്ടയിൽ വോട്ട് വരണോണ്ട് അത് സംഭവിക്കില്ല. പിന്നെ അവിടെ ബലിയാടാവാൻ ചാൻസ് ഉള്ളത് ലൈക്ക് നോറയും ഋഷിയുമാണ്. അർജുൻ്റെ കാര്യത്തിൽ തീരുമാനമാണ്. കാരണം എന്ന് വെച്ചാൽ അർജുൻ ഇപ്പോൾ ടാസ്ക് വൈസ് ഒക്കെ ഭയങ്കരമായിട്ട് സ്കോർ ചെയ്തുകൊണ്ട് തന്നെ അർജുനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. സോ ഇവർ രണ്ടുപേരാണ് എവിറ്റ് ആവാൻ ചാൻസ് ഉള്ളത്. ഇപ്പോൾ നോറയാണെങ്കിലും ബിഗ് ബോസിനും ലാലേട്ടനൊക്കെ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ടായിരുന്നു. നോറയുടെ ചിരിയും മറ്റു കാര്യങ്ങളും എല്ലാമായിട്ട് പാളിവിടം വരെ എക്സിസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യം ശരിയാണ്. ഇത്രയും ദിവസം നിന്നു എന്നുള്ള കാര്യം ശരിയാണ്. ഋഷിയെ സംബന്ധിച്ചിട്ടാണെങ്കിലും ലൈക്ക് ഋഷി ഒരു ഷോർട്ട് ടെമ്പേർഡ് പേഴ്സൺ ആണ്. എന്നാലും ഋഷിയുടെ ഭാഗത്തുനിന്ന് ഋഷിക്ക് പറ്റുന്ന രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ ഋഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോൾ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു കറണ്ട് അവസ്ഥയിൽ ചിലപ്പോൾ നോറ മാത്രം ഔട്ടാവാം, അല്ലെങ്കിൽ നോറയും ഋഷിയും ഔട്ടാവാം. ഡബിൾ എവിഷൻ ഉണ്ടെന്നാണ് അറിഞ്ഞത്. കാരണം എന്നാലേ കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ മോസ്റ്റ് പ്രോബബിലി ഇവർ രണ്ടുപേരാണ്. ഇനിയിപ്പം മാറ്റിപ്പിടിക്കാം എന്നുള്ള ഒരു വൈബ് ഉള്ളതുകൊണ്ട് തന്നെ ഈ സാധനം തിരിഞ്ഞ് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഔട്ട് ആവുമോ എന്നറിയത്തില്ല. കാരണം സീസൺ 6 ബിഗ് ബോസിൻ്റെ അവസ്ഥയൊക്കെ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ്. അപ്പോൾ ഇതിപ്പം ഈ പറഞ്ഞ മാതിരി കഴിഞ്ഞ സീസണിൽ എനിക്ക് പേഴ്സണലി ഞാനപ്പോൾ എന്താ പൊട്ടണോ, ഇപ്പോൾ ഞാൻ അങ്ങനെ പല തോട്ടും വരുന്ന രീതിയിൽ അതിലെ എക്സ് കണ്ടസ്റ്റൻസ് ലൈക്ക് സിബിൻ ആണെങ്കിലും അഭിഷേക് ജയദേവ് ആണെങ്കിലും, അഭിഷേക് ജയദേവ് ആണോ ദാറ്റ് എവിറ്റായി അഭിഷേക് ഒക്കെ പറയുന്ന കേൾക്കുമ്പോൾ ചിന്തിച്ചു പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വിത്ത് അവരുടെ വീഡിയോ കണ്ടൻ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഓഡീഷൻ കഴിഞ്ഞു, അഭിഷേക് സെലക്റ്റഡ് ആണെന്നാണ് കേൾക്കുന്നത്. എന്നാൽ പോലും വേറൊരു ഇതിൽ ഫൈനലി അവർ ഫിനാലയുടെ അന്നാണ് ഇത് അനൗൺസ് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തവണത്തെ BBCസിൽ ഫിനാലയിൽ 2 സന്തോഷ വാർത്തകളാണ്. ഒന്ന്, ഒരാൾ സ്ട്രേറ്റ് മൂവിലോട്ട് കയറുന്നു, ഒന്ന് ഒരാൾ കപ്പ് എടുക്കുന്നു എന്ന രീതിയിൽ. അങ്ങനെ 2 വൈബാണ് ഇത്തവണത്തെ ഫിനാലയിൽ നടക്കുന്നത്. EVPയിലാണ് നടക്കുന്നത്. ആൻഡ് എക്സ് കണ്ടസ്റ്റൻസ് കയറി തുടങ്ങി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നിലവിൽ അപ്ഡേറ്റ് ഉള്ളത്. പിന്നെ നല്ല കൊക്കറ ടാസ്കും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോൾ, ഇപ്പോൾ മോർണിംഗ് ഷൂട്ട് തുടങ്ങിയതിന് ശേഷം കുറച്ചുകൂടി കഴിയുമ്പോഴാണ് എവിക്ഷൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ സിബിൻ്റെയും അഭിഷേകിൻ്റെയും അതുപോലെ വേറൊരു വ്യക്തിയുടെയും കൂടി വീഡിയോ ഞാൻ നൈസായിട്ടൊന്ന് കയറുന്നുണ്ട്. അതും കൂടിയും കാണാം, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഗൈസ്, യു ആർ സ്റ്റാർട്ടഡ് ടു അക്സെപ്റ്റ് മീ. എൻ്റെ ചില വീഡിയോസ് മറ്റാൾക്കാർ എടുത്തിട്ട് പോയിട്ട് കീറുകയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതിന് ഒരുപാട് നന്ദി. ഇപ്പോൾ ന്യൂട്രലായിട്ടുള്ള പ്രേക്ഷകരോടാണ് നന്ദി പറയുന്നത്. കാരണം ഫുള്ളായിട്ട് വെറുക്കുന്നവരുണ്ട്, ഫുള്ളായിട്ട് മറ്റുള്ളവരെ കൊണ്ട് വെറുപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ 2 കാറ്റഗറി ആൾക്കാരോട് എനിക്കൊന്നും പറയാനില്ല. യു ഡു വാട്ട് എവർ യു വോണ്ട്, യു എൻജോയ് വാട്ട് യു ആർ ഡൂയിങ്, നോ വറീസ്. ഓക്കെ, അപ്പം ഇതിൽ ന്യൂട്രലായിട്ട് തെറ്റേത് ശരി ഏതെന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്ന ആൾക്കാരോട്, പ്രേക്ഷകരോട് ഒരുപാട് നന്ദി.